ഇന്ന് നമുക്ക് കൂന്തൽ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂന്തൽ എന്ന് പറഞ്ഞാൽ കണവ. നമ്മുടെ നാട്ടിൽ ഇതിന് കൂന്തൽ എന്നാണ് പറയാം. കൂന്തൽ കൊണ്ട് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഫ്രൈ ആക്കിയാലും കറിയാക്കിയാലും അതുപോലെ മസാല ആക്കിയാലും ഒക്കെ നമുക്കിവിടെ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്കൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീര്. ഇവ ചേർത്ത് നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എത്ര കൂടുതൽ നിങ്ങൾ വെക്കുന്നോ അത്രയും ഈ ഒരു മസാല ഇതിലേക്ക് പിടിക്കും തോറും നമുക്കിതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തൽ ചേർക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് കൂന്തലായതുകൊണ്ടാണ് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവുക. അത് വലിയ കൂന്തലാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കി എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂന്തലൊന്ന് പകുതിയോളം കുക്കായി വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളിയും സവാളയും ചേർക്കുമ്പോൾ തന്നെ ഉപ്പ് കുറച്ച് കുറവായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഒരു നുള്ളുപ്പ് ചേർത്താൽ മതി. നമ്മളിപ്പം കൂന്തലിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇത് കുറച്ച് സ്പൈസിയാണ്. 1 ടീസ്പൂണോളം ജീരകം പൊടിച്ചത്. ഇവ ചേർത്ത് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും സവാളയൊക്കെ നന്നായി വെന്ത് വരണം.
അപ്പോൾ നമ്മുടെ കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.